നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഗുഡ് ബോയ് എന്ന കെ ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ വീഡിയോയിലോട്ട് കടക്കണേന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാത്തവരൊന്ന് ഹൈപ്പ് ചെയ്യുക. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയും അവന്റെ കോച്ചുമായിട്ടുള്ള ഫൈറ്റ് ആണ് കാണിക്കുന്നത്. കോച്ച് അവനെ പൊതിരെ തല്ലി അവന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവനിപ്പോ കണ്ണ് കാണാൻ പറ്റുന്നില്ല. കണ്ണ് കാണാതെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പം വിചാരിക്കും കോച്ച് എങ്ങനെയാണ് ഇവിടെ വന്നത്, കോച്ചിനെ കൊന്നില്ലേന്ന്. എന്നാൽ അവന്മാരെ കൊണ്ട് പറ്റിയില്ല കോച്ചിനെ കൊല്ലാനായിട്ട്. ഇയാള് വലിയൊരു ബോക്സർ ആയതുകൊണ്ട് തന്നെ അവന്മാരെ എല്ലാരെയും അടിച്ചൊരു മൂലയ്ക്കിട്ട് ഇയാളെ രക്ഷപ്പെട്ടു പോകുന്നു. ഇപ്പം വന്ന് ഹീറോനെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ടും വില്ലന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോനെ കണ്ണ് കാണാതെ അവനെ പൊതിരെ തല്ലി ബോധം കെടുത്തി അവിടെ ഇടും. ഈ നേരം കമ്മീഷണറിനെ കുറച്ച് ഓഫീസേഴ്സ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസിൽ എടുത്തോണ്ടാണ് കയറ്റുന്നത്. നടക്കാനൊന്നും പറ്റുന്നില്ല, വെടികൊണ്ടുപോയി. പിന്നീട് നമ്മുടെ എക്സ് താഴെ വന്ന് നോക്കുമ്പോൾ ഹീറോ അവിടെ അവശനായി രക്തം ഛർദ്ദിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഹീറോന്റെ അടുത്ത് ചെല്ലും. എന്നാൽ ഹീറോ ആരോ ആക്രമിക്കാൻ വരുന്നെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ കാണുന്ന എല്ലാം അടിയാണ്. പക്ഷെ എക്സിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. എക്സ് അവനെ കയറി പിടിച്ചിട്ട് ഞാനാ എക്സ്, നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കും. ഈ ശബ്ദം കേൾക്കുമ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഇത് എക്സ് ആണെന്നുള്ള കാര്യം. അപ്പൊ തന്നെ എക്സിന് കാര്യം മനസ്സിലായി, അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയെന്ന്. ആ നേരം തന്നെ ദൂരെന്ന് ഹീറോയിന്റെ വിളി കേൾക്കാം. ഹീറോനെ വിളിക്കുന്നതായിട്ട് ഡോങ് ചു എന്ന് പറഞ്ഞിട്ട്. ഹീറോ എക്സിനെ നോക്കി എന്നെ കാണിക്കല്ലേ, അവളെ എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞ് തല ആട്ടി കാണിക്കും. അവൾക്ക് ഇത് കണ്ട ഒരുപാട് വിഷമവും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരു ഫിറ്റിയുടെ പിറകിൽ വന്ന് ഒളിച്ചു നിൽക്കുകയാണ്. അവള് വിളിക്കുന്നത് ഇവര് വിളി കേൾക്കുന്നില്ല. ഈ നേരം നമ്മുടെ ക്യാപ്റ്റനും ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റനും അവരുടെ കുറച്ച് ടീംസ് സംസാരിക്കുകയാണ്. ഈ കമ്മീഷണർ ഇങ്ങനൊരു കുറ്റവാളിനെ കമ്മീഷണറിന്റെ കൂടെ ഒളിപ്പിച്ചില്ലേ, അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്മീഷണറിന് അറിയായിരിക്കും വില്ലൻ എവിടാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ക്യാപ്റ്റനെ ഫോൺ വിളിച്ചിട്ട് എക്സ് പറയുന്നത് ഹീറോയിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയെന്ന്. ആ നേരം തന്നെ ഹീറോയിൻ അങ്ങോട്ട് വരും. എന്നാൽ ക്യാപ്റ്റൻ ഇത് അറിഞ്ഞ കണക്ക് നടിക്കുന്നില്ല. ഹീറോ എന്തെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു കൊടുക്കുന്നില്ല. ഹീറോ വേറെ എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലും. അതായത് കമ്മീഷണർ കിടക്കുന്ന ഹോസ്പിറ്റലിൽ. അവിടെ വന്ന് കമ്മീഷണറിനെ കുറെ ചീത്ത പറയും. നിങ്ങൾ കാരണം ഇതെല്ലാം ഉണ്ടായത്, വില്ലൻ എവിടാന്ന് മര്യാദയ്ക്ക് പറഞ്ഞോളാൻ. എന്നാൽ കമ്മീഷണർ വാ തുറന്ന് ഒന്നും മിണ്ടുന്നില്ല. കമ്മീഷണറിന്റെ സെക്യൂരിറ്റികൾ നമ്മുടെ ടീംസിനെ പിടിച്ചു മാറ്റാണ്. കമ്മീഷണറിനെ അകത്തോട്ട് കൊണ്ടുപോവാണ്, ഹോസ്പിറ്റലിന്റെ അകത്തോട്ടെ ചികിത്സിക്കാനായിട്ട്. ചെറിയൊരു വെടിയാണ്, ഇതിന് ചികിത്സിക്കൊന്നും വേണ്ട, ഇങ്ങനെ പച്ചക്കിടണം. ഇത്രയും തെണ്ടിത്തരം കാണിച്ചതല്ലേ, ഒരു സിറ്റി മൊത്തം നശിപ്പിക്കാൻ നോക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോനെ എക്സിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് അടി കിട്ടിയപ്പം അവന്റെ ബ്രെയിൻ അങ്ങനെ പ്രതികരിച്ചാണ് തൽക്കാലത്തേക്ക് കാഴ്ച പോയതാണ്. അവൻ ഇനിയും സൂക്ഷിക്കാതെ നടക്കുവാണെങ്കിൽ പെർമനന്റ് ആയിട്ട് കാഴ്ച പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഹീറോ ഇതൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്നാലും എക്സ് എവനെയും കൊണ്ട് അപ്പുറത്തെ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ വരും. ഹീറോ ഒരു വാണ്ടഡ് മാൻ ആണ്, അതായത് പോലീസുകാർ അന്വേഷിക്കുന്ന ഒരാളാണ്. പക്ഷെ അവൻ പോലീസുകാരുടെ മുമ്പിൽ ചെല്ലും. നമ്മുടെ ടീംസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ധൈര്യത്തിൽ ചെല്ലും. ഇപ്പൊ അവൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ എക്സ് അവനെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിന്റെ അകത്തോട്ട് കയറ്റി വിടും. എക്സും കൂടെ ചെല്ലും. അവിടെ വെച്ച് തന്നെ എക്സിനോട് ഹീറോ നന്ദി പറയും. അതായത് അവന്റെ കൂടെ വരുന്നില്ലേ ഹോസ്പിറ്റലിൽ, അത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് അവനോട് നന്ദി പറഞ്ഞിട്ട് ഡോക്ടറിന്റെ കൂടെ അകത്തോട്ട് കയറി പോവാണ് ചെക്കപ്പ് ചെയ്യാനായിട്ട്. ഇനി ഇത് ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ വഷളാവും. ഇവന്റെ കണ്ടീഷൻ ഭയങ്കര ഭയാനകരമാണ്. കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും. ഈ നേരം നമ്മുടെ ഹീറോയ്ക്ക് മെസ്സേജ് ഇടുന്നുണ്ട് വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ട്. എന്നാൽ ഹീറോ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല. അന്നേരം ആ കടയിലെ മുത്തശ്ശി അവിടെ നിൽപ്പുണ്ട്. ഹീറോയിനെ വഴക്ക് പറയും. അതായത് അവൾ ആരെയും വിളിക്കാതെ ഒറ്റയ്ക്ക് കുറ്റവാളികളെ പിടിക്കാൻ ചെന്നില്ലേ, അത് ടിവിയിലൊക്കെ വന്നായിരുന്നു. അത് ഭയങ്കര വലിയ ചർച്ചയായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇനി ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി വഴക്ക് പറയും. ഹീറോയിൻ ചോദിക്കും ഡോങ് ചു എന്ത് ചെയ്യുന്നു, അതായത് പട്ടിക്കുട്ടി എന്ത് ചെയ്യുന്നു. പട്ടിക്കുട്ടിക്കും എന്തോ അസുഖം പറ്റിയിട്ട് ഈ മുത്തശ്ശിയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുകയാണ്, അതായത് വെറ്റിനറി ഹോസ്പിറ്റലിൽ. പുറത്തുനിന്ന് കാണാൻ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അകമേ ആ പട്ടിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട്, പട്ടിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട്. ഹീറോയിൻ അപ്പം മനസ്സിലാവും ഹീറോയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. ക്യാപ്റ്റനെ കാണിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ കൂട്ടുകാരന്റെ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. എന്നാൽ അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അവന്മാർ രണ്ടുപേരും അവിടെ കിടന്ന് കൂർക്കം വലിക്കുകയാണ്. ആ ശബ്ദം കേട്ട് എണീറ്റ് അവന്മാരും ചീത്ത പറഞ്ഞ് TV കാണുമ്പോൾ ഫോണിലോട്ടൊരു മെസ്സേജ് വരും. അയച്ചത് ഫാരിയാണ്, ഫാരിക്ക് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് വരും, അത് എക്സ് അയച്ചതാണ്, ഹീറോയ്ക്ക് കുഴപ്പമില്ല, അവന് കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പിന്നീട് വില്ലനെ കാണിക്കുമ്പോൾ വില്ലൻ മേയറിനെ വന്ന് കണ്ടിട്ടുണ്ട്. മേയറിന്റെ മൂക്കിനിട്ടൊരു കുത്തു കുത്തിയിട്ട് മേയറിന്റെ കുടുംബത്തിന് കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അതിന് പകരം മേയർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ കുടുങ്ങിക്കിടക്കുന്ന ആ ക്യാൻഡി, അതായത് മിഠായി ഇല്ലേ, ഡ്രഗ് മിഠായി, അതെങ്ങനെയെങ്കിലുമൊക്കെ എക്സ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മേയറിന്റെ കുടുംബത്തിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. മേയർ ഇടി മാഞ്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും കാറിന്ന്. ഈ മേയറിനൊക്കെ അവന്റെ ഇടി വാങ്ങേണ്ട കാര്യം എന്തിനാണ്, ഇങ്ങനെ അധികാരം ഇരിക്കുന്നത്, അങ്ങോട്ട് പിടിച്ച് അകത്തിടണം. അടുത്തതായി മുടിയൻ വില്ലനെ കാണിക്കുകയാണ്. അവൻ വില്ലന്റെ സാധനങ്ങൾ, അതായത് ഡ്രഗ് മിഠായി അടിച്ചു മാറ്റി ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കുകയാണ്. അവൻ ഒറ്റയ്ക്ക് തിന്നാനാണ് പ്ലാൻ. എന്നാൽ അങ്ങോട്ട് വില്ലൻ വരും. വില്ലനെ മിരട്ടും മുടിയൻ, നമുക്കിത് പകുതി എടുക്കാം, റഷ്യൻ മാഫിയയുടെയും പിന്നെ ഡ്രഗ് ഡെമന്റെ പകുതി എടുക്കാം, അങ്ങനെയാണെങ്കിൽ ഡീലിന് ഓക്കെയാണ്. ഇനി അതിന് സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് തല്ലി തീർക്കാന്ന് പറഞ്ഞ് അവന്റെ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് വിളിക്കും. മുടിയന്റെ വില്ലൻ ഒറ്റയ്ക്കല്ലേ വന്നത്, നോക്കുമ്പോൾ വില്ലൻ ഒറ്റയ്ക്കല്ല, കുറെ അധികം ആൾക്കാരുണ്ട്. എന്നാ പിന്നെ നമുക്ക് തല്ലി തീർക്കാന്നും പറഞ്ഞ് വില്ലൻ അവിടെ
അവിടെ നിന്ന് പോകും. വില്ലന്റെ ആൾക്കാരുടെ കയ്യിൽ തോക്കാണ്, എന്നാൽ മുടിയന്റെ ആൾക്കാരുടെ കയ്യിൽ കത്തിയും കടാരയൊക്കെ ഉള്ളൂ. മറ്റേ തോക്കുള്ള ആൾക്കാർ മുടിയന്റെ ആൾക്കാരെ ഷൂട്ട് ചെയ്ത് കുറെ ആൾക്കാരെയൊക്കെ കൊല്ലും. എന്നാൽ മുടിയനെ അത് ഏറ്റവും അറിയാൻ പാടില്ല, എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ഹീറോ ഒരുങ്ങി നേരെ ഹീറോയിനെ വന്ന് കാണും. അവിടെ വെച്ച് ഹീറോയിൻ വിഷമപ്പെട്ട് ചോദിക്കും, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന്. ഹീറോ പറയും, എന്റെ ഫോൺ പന്നലായി പോയെന്ന്. ആ ഫൈറ്റിന്റെ ഇടയിൽ അവന്റെ ഫോൺ നശിച്ചു പോയതാണ്, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാത്തതെന്ന്. എന്നാൽ അവന്റെ അസുഖത്തിന്റെ കാര്യമൊന്നും അവൻ പറയുന്നില്ല, അത് ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. പിന്നെ അവര് തമ്മിൽ ചെറുതായിട്ട് റൊമാൻസ് ചെയ്യാണ്. ഇത് കാണുന്ന മുത്തശ്ശി, നീ അത് നേടിയെടുത്തു, നിങ്ങൾ നല്ലൊരു കപ്പിളാന്ന് വന്ന് പറയും. ആദ്യം നീ ആ പെൺകുട്ടിയുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നോടാന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയ മുത്തശ്ശിയാണ് ഇപ്പൊ ഇങ്ങനെ വന്ന് പറയുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും, അതായത് ഹീറോയും ഹീറോയിനും ക്രൈം സീനിൽ ചെല്ലുകയാണ്. അതായത് ഇന്നലെ മുടിയന്റെ കൂടെയുള്ള കുറെ ആൾക്കാരെ വെടിവെച്ചില്ലേ, അങ്ങോട്ടാണ് ചെല്ലുന്നത്. അവിടെ വെച്ച് തന്നെ കൂട്ടുകാരൻ പോലീസ് ഓഫീസർ ഹീറോയിൻ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ എങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ച് അടുത്ത് വരും. ഹീറോ അവനെ പിടിച്ചു മാറ്റി ഉറക്കെ പറയില്ലേ ഹീറോയിൻ കേൾക്കുമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. ഹീറോയിൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും എന്തൊക്കെയോ കള്ളത്തരം ഉള്ളതുപോലെ, എല്ലാവരും ഹീറോയിനിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ അവൾക്കത് മനസ്സിലാവുന്നുണ്ട്. അവള് ചെറുതായിട്ട് വിഷമിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഡിവിഷനിലെ ക്യാപ്റ്റൻ വിളിച്ചിട്ട് നമ്മുടെ ടീംസിനോട് പറയും, ഇവരുടെ പോലീസ് ഓഫീസിൽ തന്നെ ഒരു ചാരനുണ്ട്, അവനാണ് വില്ലൻ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുന്നത്, അതാരാണെന്ന് കണ്ടുപിടിക്കണം. ആ ആള് ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റന്റെ ടീമിലാണ് ഉള്ളത്. പക്ഷെ ആരാന്നറിയാൻ പാടില്ല, ഉറപ്പായിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ പണി കിട്ടും. ആ ചാരനാണോ നമ്മുടെ കുഞ്ഞു പോലീസിനെ കൊന്നതെന്ന് ഡൗട്ടുണ്ട്. കുഞ്ഞു പോലീസിനെ കൊന്നില്ലായിരുന്നോ, ആ കാര്യമാണ്. എന്നാൽ കുഞ്ഞു പോലീസ് ഒരിക്കലും ചാരനായിരുന്നില്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ചതിച്ചിട്ടുമില്ല. ചതിച്ചതൊക്കെ വേറെ ആൾക്കാരാണ്. ഇത് അറിഞ്ഞ്, അതായത് കുഞ്ഞു പോലീസ് ആരെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞു പോലീസിനെ കൊന്നളഞ്ഞത്. ആരാന്ന് കണ്ടുപിടിക്കണം ഇനി. പിന്നീട് നമ്മളെ ടീംസ് എല്ലാം കൂടെ കൂട്ടുകാരന്റെ കടയിൽ വരികയാണ്. അവിടെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ബോസ് വരും. അതായത് നമ്മുടെ ക്യാപ്റ്റന്റെ കൂട്ടുകാരൻ ബോസ് ഇല്ലേ, അദ്ദേഹം അങ്ങോട്ട് വന്നിട്ട് കമ്മീഷണർ പറഞ്ഞ ഒരു കാര്യം പറയും. അതായത് കമ്മീഷണറിന് ഇവർ കേസ് അന്വേഷിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല, അതുപോലെ തന്നെ വില്ലനെ വേണമെങ്കിൽ പിടിക്കാം, അതിൽ കമ്മീഷണർ ഇടപെടത്തില്ല. നമ്മളെ ടീംസ് എന്ത് ചെയ്താലും അതിന് സപ്പോർട്ടായിട്ട് കാണും. വേണമെങ്കിൽ ഹീറോനെ വാണ്ടഡ് ലിസ്റ്റിൽ നിന്ന് വരെ എടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. കമ്മീഷണറിന് ആഗ്രഹമുണ്ട് വില്ലനെ പിടിക്കണമെന്ന്. എന്നാൽ ബാക്കിയുള്ള ഹയർ ഒഫീഷ്യൽസ്, മേയറിന്റെ മണ്ടയിലുള്ള ആൾക്കാരും മേയറിന്റെ കൂടെ ഉള്ള ആൾക്കാരും എല്ലാവരും വില്ലനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വില്ലനെതിരെ കമ്മീഷണറിന് തിരിയാൻ പറ്റത്തില്ല, അത് വലിയൊരു പണിയായിട്ട് മാറും. അതുകൊണ്ടാണ് കമ്മീഷണർ പേടിച്ചിട്ടൊന്നും ചെയ്യാത്തത്. ആ സമയം നമ്മുടെ ടീംസിന് ഒരു കാര്യം മനസ്സിലാവും, അതായത് ഈ വില്ലൻ കുറച്ച് ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. പണം കൊടുത്തിട്ട് മാത്രമല്ല ആൾക്കാരെ കൂടെ നിർത്തുന്നത്, ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും കൂടെ നിർത്തും. അവരുടെ കുടുംബത്തിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും അവർ ചെയ്ത ചെറിയ ചെറിയ ടാക്സ് വെട്ടിക്കലില്ലേ, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ വില്ലന്റെ ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് എല്ലാരെയും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കൂടെ നിർത്തും. കുറച്ച് ആൾക്കാർക്ക് പണം കൊടുത്തിട്ടാണെങ്കിൽ കുറച്ച് ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട്, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. ഈ ടാക്സ് വെട്ടിക്കുന്ന കേസൊക്കെ ഇല്ലേ, അതെല്ലാം വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. മേയറിന്റെ കമ്പനിയും അതിലൊന്നാണ്. മേയറിന്റെ കമ്പനിയും ടാക്സ് വെട്ടിച്ചിട്ടുണ്ട്. അതെങ്ങാനും പുറത്തറിഞ്ഞാൽ മേയറിന് പണി കിട്ടും. അതുകൊണ്ടാണ് മേയർ വില്ലന്റെ കൂടെ നിൽക്കുന്നത്. അതിന്റെ ഡോക്യുമെന്റ് വില്ലന്റെ കയ്യിലുണ്ട്. വില്ലൻ ഒരു കസ്റ്റംസ് കാരനായതുകൊണ്ട് തന്നെ അന്ന് പണ്ട് കിട്ടിയതാണ്, അതിപ്പോഴും അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലൻ നമ്മുടെ റഷ്യൻ മാഫിയയിലുള്ള അവനെ, അന്ന് അവർ രണ്ടൊരു കുട്ടികളായിരുന്നു, അവനെയും കൂട്ടുപിടിച്ചിട്ട് കാറിൽ പോയി എല്ലാ ഗാങ്സ്റ്റേഴ്സിനെയും കൊന്നുകളയും. അവന്റെ അച്ഛനെ കൊന്ന $1 കൂട്ടാളിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ മാഫിയും വില്ലനും കൂടെ ചേർന്നിട്ടാണ് ഓരോ ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്നത്. മാഫിയനെ പറ്റിച്ചുകൊണ്ടിരുന്നതാണ് വില്ലൻ. പിന്നീടാണ് മാഫിയക്ക് മനസ്സിലായത്, ഇത്രയും നാൾ കഴിഞ്ഞിട്ട് മാഫിയ തകർന്നുപോയി, അവനെ കൊല്ലുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവർക്ക് ചാരനെ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ടീംസിനെയും അങ്ങോട്ട് വിളിച്ചു കൂട്ടും. എല്ലാവരുടെയും ഒരു വാക്കി ടോക്കി എടുത്ത് കൊടുത്തിട്ട് പറയും, ഈ വാക്കി ടോക്കി ഉപയോഗിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഫോൺ ഉപയോഗിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റന്റെ ടീംസിന്റെ വാക്കി ടോക്കി എടുത്തു കൊടുക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റന്റെയിലും വാക്കി ടോക്കി എടുത്തു കൊടുക്കും. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെയും കൊടുത്തിട്ട് വില്ലനെ തിരയാനായിട്ട് പറഞ്ഞു വിടും. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, അതായത് ഈ വാക്കി ടോക്കിക്കകത്ത് എന്തോ ഒരു ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഡിവൈസ് ഇവരെ റിയൽ ടൈം ആയിട്ട് റെക്കോർഡ് ചെയ്യും. അത് ഇവർക്ക് കേൾക്കാനും പറ്റും. ഇപ്പോൾ ഒരുതരം വില്ലനെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവർക്ക് കേൾക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇവരെല്ലാരും കൂടെ ഇവിടെ ഇരുന്ന് നിരീക്ഷിക്കുകയാണ്, ആരാണ് വാക്കി ടോക്കി വഴി വില്ലന്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന്. അങ്ങനെയല്ല ഗൈസ്, ഇപ്പോൾ ഒരാൾ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ വാക്കി ടോക്കി എപ്പോഴും റെക്കോർഡിംഗിലായിരിക്കും. അപ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റും. നമുക്ക് മാത്രമല്ല അവർക്കും കേൾക്കാൻ പറ്റും. ഇതാണെങ്കിൽ ഒരു റേഞ്ച് പിടിക്കുന്ന മെഷീൻ വെച്ചിട്ടാണ് ഇത് അവർ കേൾക്കുന്നത് റിയൽ ടൈം ആയിട്ട്. മണ്ടയിൽ നമ്മുടെ പരുന്ത് ഒരു ആന്റിനെ പിടിച്ചിട്ട് അവിടെ നിപ്പുണ്ട്. ഇത് കറക്റ്റായിട്ട് പിടിക്കാത്തതുകൊണ്ട് കൂട്ടുകാരൻ വഴക്ക് പറയുന്നുണ്ട്, എന്താടാ കാണിക്കുന്നത്, നേരെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ വോയിസ് അവർക്ക് കിട്ടും. ഇവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ചാരൻ വില്ലനെ വിവരം അറിയിച്ചു, അതായത് വില്ലനെ പിടിക്കാനായിട്ട് ഈ സ്ഥലത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്ക് ചാരനെ കിട്ടിയേ നേരെ ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാപ്റ്റന്റെ അടുത്ത് വിളിച്ചു പറയും, നിങ്ങളുടെ ടീമിലുള്ള ചാരനെ കിട്ടിയെന്ന്, അവന്റെ വോയിസ് കിട്ടിയെന്ന്. ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു ആ ക്യാപ്റ്റൻ ആണോ എന്ന്, അതായത് ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാപ്റ്റൻ ആണോ ചാരൻ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റന്റെ ആ വാക്കി ടോക്കി എടുത്ത് കൊടുത്തത്. ഈ വാക്കി ടോക്കി എന്ന് ഉദ്ദേശിക്കുന്നത് ആ റേഡിയോ ആണ്, അവര് സംസാരിക്കുന്ന ഡിവൈസ് ഇല്ലേ, അതാണ്. അങ്ങനെ എല്ലാരും കൂടെ അവനെ ചെന്ന് പിടിക്കും, അതായത് ചാരനെ
ചാരൻ ആദ്യമൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല അവനാണ് ചാരൻ എന്നുള്ള കാര്യം. പക്ഷെ അവന്മാർ പൊതിരെ തല്ലി അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്. കുഞ്ഞു പോലീസിനെ കൊന്നത് എവനാണ്. കുഞ്ഞു പോലീസ് എവൻ ചാരനാന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എവന്റെ അടുത്ത് മിണ്ടാതായി എവന്റെ അടുത്ത് കാര്യം പറയാനായിട്ട് ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തും. അങ്ങനെ ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് കുഞ്ഞുപൈന്റെ പിറകിൽ നിന്ന് കട്ടക്കടിച്ചിട്ടായിരുന്നു കുഞ്ഞുപൈനെ കൊന്നത്. ഈ സത്യങ്ങളെല്ലാം ബാക്കിയുള്ള പോലീസുകാരുടെ അടുത്ത് പറയാണ്. അപ്പോഴായിരിക്കും വില്ലൻ അവരുടെ ഫോണിലോട്ട് വിളിക്കുന്നത്, അതായത് ഈ ചാരന്റെ ഫോണിലോട്ട്. വില്ലൻ എവനെ വിളിച്ചിട്ട് പറയും ഒരു ലോറി വേണമെന്ന്, എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ലോറി വേണമെന്ന്. അത് പോലീസുകാർ കേൾക്കുന്നുണ്ട്. ഈ കാര്യം വില്ലൻ അറിയുന്നില്ല. അത് പ്രകാരം അവന് ലോറി അയച്ചു കൊടുക്കും. ആ ലോറിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം നോക്കി എല്ലാവരും CCTV വഴി നിരീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരൻ ഓഫീസർ ആ ലോറി എങ്ങോട്ട് പോയാലും മിസ്സാവാതിരിക്കാനായിട്ട് അതങ്ങനെ നിരീക്ഷിച്ച് നിൽക്കുകയാണ്. ഇതാണെങ്കിൽ നേരെ ഒരു ടണലിൽ ചെല്ലും. വില്ലൻ ഫ്രണ്ടിൽ കാറിൽ പോകുന്നുണ്ട്. പക്ഷെ അവര് ടണലിൽ കയറിയിട്ടും കുറെ നേരമായിട്ട് പുറത്തിറങ്ങി പോകുന്നില്ല. എന്താ കാര്യമെന്ന് അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ മൊത്തം ബ്ലോക്ക്. ചെന്ന് നോക്കുമ്പോൾ ലോറി നിർത്തിയിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ അതിനകത്ത് ആളുമില്ല, ഡ്രൈവറും ഇല്ല. എന്താ സംഭവം എന്നല്ലേ, അതായത് ഈ വില്ലൻ ഓപ്പോസിറ്റ് ടണലിൽ കൂടെ വന്ന് ഒരു കാറുകാരനെ പിടിച്ചു നിർത്തി അവന്റെ കാർ വാങ്ങിച്ച് രക്ഷപ്പെട്ടു പോയി. അപ്പൊ ഇവർക്ക് വില്ലനെ മിസ്സായി പോയി. അത് കഴിഞ്ഞ് വില്ലൻ കാറിൽ പോകുമ്പോൾ എന്തോ ഒരു ഡോക്യുമെന്റ്സ് നശിപ്പിച്ച് കളയാനായിട്ട് ആരോ വിളിച്ച് പറയുന്നുണ്ട്. ആ ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ മേയറിന്റെ കള്ളത്തരങ്ങളെല്ലാം ആ ഡോക്യുമെന്റ്സിലുണ്ട്. അതായത് മേയറിന്റെ കമ്പനി ടാക്സ് വെട്ടിച്ച കള്ളത്തരങ്ങളെല്ലാം അതാണ് നശിപ്പിച്ച് കളയാൻ പറയുന്നത്. നമ്മുടെ ടീമിന് ഈ ഡോക്യുമെന്റ് എല്ലാം എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് മനസ്സിലായി. അതൊരു ലൈബ്രറിയിലാണ്. എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ കുറെ ആൾക്കാർ ആ ഡോക്യുമെന്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് ലൈബ്രറിയുടെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഡോക്യുമെന്റ് ഉണ്ട്. മേയറിന്റെ എല്ലാ കള്ളത്തരങ്ങളും വെളിയിലായിട്ടുണ്ട്. എല്ലാത്തിനും പണി കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ ടീംസ് എല്ലാം കൂടെ മേയറിനെ കാണാൻ ചെല്ലും. മേയർ ആ സമയം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കും. എന്നാൽ വിടത്തില്ല. എല്ലാരും കൂടെ ചുറ്റും വളഞ്ഞിട്ട് പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ടിരുത്തി ചോദ്യം ചെയ്യും. എന്നാൽ ഒരു വാ തുറന്ന് മിണ്ടത്തില്ല. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവിടുത്തെ ചെയറിനകത്ത് സെലോ ടേപ്പ് ഇട്ട് കെട്ടും. എന്നിട്ട് ന്യൂസുകാരുടെ മുമ്പിലോട്ട് അങ്ങ് ഇറക്കി വിടും. അതാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ വകയില്ല. ന്യൂസുകാർ വിടുവോ, ചുറ്റും നിന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതൊക്കെ ഒരു കോമഡി സീനാണ്. എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേ പറ്റത്തുള്ളൂ. ജനങ്ങളെല്ലാരും കണ്ടോണ്ടിരിക്കുമല്ലേ. അതുമാത്രമല്ല ചെയറിൽ കെട്ടിവെച്ചേക്കാണ്. ഇറങ്ങി ഓടാനും ഒരു നിവൃത്തിയില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യണം, എന്നാലേ നമ്മുടെ രാജ്യം രക്ഷപ്പെടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റും. ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ടീംസ് മണ്ടയിൽ നിന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു കടയിൽ പോയി ഫുഡ് കഴിക്കുകയാണ്. സാധാരണ നമ്മുടെ ഹീറോ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. എന്നാൽ അവനെ കൊണ്ട് കഴിക്കാനൊന്നും പറ്റുന്നില്ല. അവന്റെ എനർജി എവിടെ നഷ്ടപ്പെട്ടു പോയതുപോലെ തല ഇറക്കമൊക്കെ ഫീൽ ആവുന്നുണ്ട്. നല്ല തലവേദനയുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഹീറോയിൻ അപ്പോഴായിരിക്കും വെള്ളം എടുക്കാൻ പോകുന്നത്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുമ്പോഴായിരിക്കും ഹീറോയിൻ തിരിച്ചു വരുന്നത്. ഹീറോയിന് വീണ്ടും ഡൗട്ട് അടിക്കുകയാണ്, എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോന്നേ. കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഹീറോയിനെ നോക്കുമ്പോൾ കാണാനില്ല. അവരോട് ചോദിക്കുമ്പോൾ ഹീറോ വാഷ്റൂമിൽ പോയെന്ന് പറയും. എക്സും കൂടെ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹീറോന്റെ മൂക്കിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അത് കഴുവാനാണ് അവൻ വാഷ്റൂമിൽ പോയത്. പുറത്തിറങ്ങി വരുമ്പോൾ അവന്റെ ഷർട്ടിലെല്ലാം, അതായത് അകത്തിട്ടേക്കുന്ന ഷർട്ടിലെല്ലാം ഈ ചോര പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ് ബട്ടൺസ് പിടിച്ചിട്ട് ഹീറോയിൻ കണ്ടാൽ വിഷമിക്കുമെന്ന് പറയും. എന്നാൽ ഹീറോ ബട്ടൺസ് പിടിച്ചിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അവന്റെ തലയ്ക്ക് നിരന്തരമായിട്ട് അടി കിട്ടി കൈയൊക്കെ ഇപ്പം വിറച്ചിലാണ്. വിറച്ചിൽ മീൻസ് ഷെയ്ക്ക് ആവത്തില്ലേ, അതാണ് കേട്ടോ. ഇത് കാണുന്ന എക്സ് ആണ് അവന് ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നത്. ആ സമയം ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്ന്. ഹീറോ അവന് ഒരു റെസ്പെക്ട് കൊടുക്കത്തില്ലായിരുന്നല്ലോ. അവൻ നേരെ എണീറ്റ് വന്നതിന് ശേഷം ക്യാപ്റ്റൻ അവനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹീറോയ്ക്ക് വേണ്ടി അവൻ അവന്റെ സ്വത്തുക്കളെല്ലാം ചേട്ടന് വിട്ടുകൊടുത്തെന്നുള്ള കാര്യം. ഇതിന് അവൻ നന്ദി പറയും. അതായത് ജീവിതകാലം മൊത്തം ഹീറോ എക്സിനോട് കടപ്പെട്ടിരിക്കണം എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. ശരിയായിട്ടുള്ള കാര്യമാണ്. അവൻ അവന്റെ സ്വത്തുക്കൾ മൊത്തം വിട്ടുകൊടുത്തു ചേട്ടന് വേണ്ടിയിട്ട്, ഹീറോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാര്യം ഓർമ്മയില്ല. ഈ കാര്യങ്ങൾ നടക്കുമ്പോഴായിരിക്കും ഹീറോയിൻ അങ്ങോട്ട് വരുന്നത്. ഹീറോയിൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേർ റൊമാൻറ്റിക് ആയിട്ട് അവിടെ നിന്ന് ബട്ടൺസ് ഇടുകയാണ്. അത് കാണുമ്പോൾ ഹീറോയിന് വീണ്ടും ഡൗട്ട്, ഇവിടെ എന്താണ് നടക്കുന്നത്, അവന്മാർ എന്നിൽ നിന്ന് എന്താണ് മറക്കുന്നത്, ഒന്നും അറിയാൻ പാടില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റൻ ഹീറോനെ വന്ന് കണ്ടിട്ട് നീ എത്രയും പെട്ടെന്ന് നഴ്സിംഗ് ഹോമിൽ പോകണമെന്ന് പറയും. നഴ്സിംഗ് ഹോമിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്. ഹീറോ വെപ്രാളപ്പെട്ട് നഴ്സിംഗ് ഹോമിൽ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് ആന്റി ബോധത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇത്രയും നാൾ കോമയിൽ കിടന്നില്ലേ. അത് കഴിഞ്ഞ് ആന്റിയുടെ അടുത്ത് നിന്ന് ഹീറോ സംസാരിക്കുകയാണ്. ആന്റിക്ക് നല്ല കുറ്റബോധമുണ്ട് അന്ന് ഹീറോനെ ഇറക്കി വിട്ടത്. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ, അതായത് അവൻ നേരത്തെ നന്നായിട്ടിരുന്നതാണ്, ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ആന്റിക്ക് നല്ല വിഷമാവുന്നുണ്ട്. ആന്റിക്ക് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. എന്നാലും അവന്റെ ആരോഗ്യം ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ആന്റിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ആന്റി ഹീറോനോട് ചോദിക്കും, നമുക്ക് അമ്മയും മോനെയും പോലെ ജീവിച്ചൂടെ, എനിക്ക് നീയും നിനക്ക് ഞാനുമായിട്ട് ജീവിച്ചൂടെ. അതിന് ഹീറോ കരഞ്ഞുകൊണ്ട് സമ്മതിക്കും. ആന്റിയുടെ കൈ മുറുകെ പിടിക്കുന്നുണ്ട്. ആന്റി കണ്ട് പുറത്തിറങ്ങി ഒരു ബെഞ്ചിൽ വന്നിരിക്കുകയാണ്. അങ്ങോട്ട് തന്നെ ഹീറോയിനും വന്നിരിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അവനോട് എന്താ കാര്യമെന്നൊന്നും ചോദിക്കുന്നില്ല, കൂടെ വന്നിരിക്കുന്നേ ഉള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അവരോടൊന്നും ചോദിക്കാൻ പാടില്ല. പിറ്റേന്ന് കുഞ്ഞു പോലീസിനെ കൊന്ന ചാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യാണ്. ഇവൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നായിരിക്കും അല്ലേ. വില്ലന്റെ നിന്ന് കുറെ അധികം പണം ഇവൻ വാങ്ങിച്ചിട്ടുണ്ട്. പണത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. ഇവൻ ഗാംബ്ലിങ് ചെയ്ത്, അതായത് ബെറ്റ് വെച്ച് കുറെ അധികം കടം വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തിരിച്ചടയ്ക്കാൻ
വയ്ക്കാൻ അവന് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് വില്ലന്റെ കൂടെ ചേർന്നിട്ട് ഈ പന്ന പരിപാടി കാണിച്ചത്. നമ്മുടെ ഹീറോയും ക്യാപ്റ്റനും അവിടെ നിൽക്കുമ്പോൾ ക്യാപ്റ്റന്റെ ഫോണിലോട്ട് ഒരു കോള് വരും. നമ്മുടെ എക്സ് ആണ് വിളിച്ച് പറഞ്ഞത്, അതായത് കോച്ചിനെ കണ്ടെത്തിയെന്ന്. കോച്ചിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഹീറോയും കാറിൽ വന്ന് കയറും. ഹീറോയും കാറിൽ വന്ന് കയറും. എന്നാൽ ക്യാപ്റ്റൻ ഇടത്തില്ല, ഇറങ്ങിപ്പോടാ, ഈ ഹോസ്പിറ്റലിൽ പോടാന്ന് പറയും. ഇവൻ ഒട്ടും വയ്യാത്തയാണ്. എന്നിട്ട് ഇവൻ ശരീരം നോക്കാതെയാണ് കാറിൽ വന്ന് കയറിയിരിക്കുന്നത്. എന്തായാലും ക്യാപ്റ്റൻ കാർ എടുത്ത് നേരെ എക്സ് ഉള്ള സ്ഥലത്ത് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ കോച്ചിനെ കാണാനില്ല. അവിടെ എവിടെ ഉണ്ട്, കണ്ടുപിടിക്കണം. കാറിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് ഹീറോനെ ആ ഡ്രൈവിംഗ് സീറ്റിൽ, അതായത് സ്റ്റിയറിംഗിൽ കെട്ടിയിട്ടിട്ടാണ് പോകുന്നത്, വിലങ്ങ് വെച്ചിട്ട് ഇറങ്ങി വരാതിരിക്കാനായിട്ട്. എന്നെ കൂടെ കൊണ്ടുപോകണേന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. എന്നാൽ എവരാരും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. ചെറുക്കനെ വയ്യാത്തയാണ്. അവർക്ക് ആ ഒരു മനുഷ്യത്വം ഉണ്ട്. എന്നാൽ ഇതൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്തവനാണ് ഹീറോ. ഇടയ്ക്ക് ഭയങ്കര മെച്യൂരിറ്റിയാണ്, പക്ഷെ ഇടയ്ക്ക് ഒരുമാതിരി ബോധമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. നമുക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് പണ്ട് തൊട്ടേ ഹീറോയിൻ അവനെ ആക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാര്യം അവ ഈ കുട്ടിത്തം കാണിക്കുന്നോണ്ടാണ്. ഈ നേരം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിന്റെ ഫോണിലോട്ട് അവളുടെ അമ്മ വിളിക്കും. അമ്മ വിളിച്ചിട്ട് ഹീറോന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഹീറോ എന്തിയെ? അവന്റെ ഇൻഷുറൻസ് പേപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ ഇൻഷുറൻസ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട് അവന്റെ അസുഖം എന്താണെന്ന്. ഇത് ഹീറോയിൻ അറിയുന്നുണ്ട്. അതായത് അവന്റെ സൈറ്റിന് പ്രശ്നമുണ്ടെന്ന്. അമ്മയിൽ നിന്ന് ആ കാര്യം ഹീറോയിൻ മനസ്സിലാക്കി. വീണ്ടും ഹീറോനെ കാണുകയാണെങ്കിൽ ഹീറോ ആ സ്റ്റീറിങ്ങോടെ ഇളക്കി വന്നിട്ടുണ്ട്. അവിടെ തന്നെ കോച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ രക്ഷയില്ല. സ്റ്റീറിംഗ് വെച്ച് ഫൈറ്റ് ആണ്. സ്റ്റീറിംഗ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും. അതായത് ഹീറോ സ്റ്റീറിംഗ് വെച്ച് കോച്ചിനെ അടിയും. കോച്ചിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പഴയതുപോലെ. ഹീറോ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് പേടിയുണ്ടായിരുന്നു കോച്ച് അവനെ വീണ്ടും അടിച്ച് നശിപ്പിക്കുമെന്ന്. എന്നാൽ ഇപ്രാവശ്യം ഹീറോ തിരിച്ചാണ് നശിപ്പിക്കുന്നത്. കോച്ചിന് നല്ല ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ അടിയുടെ ഇടയിൽ സ്റ്റീറിംഗ് ഒക്കെ പൊട്ടിപ്പോവും. വീണ്ടും അടിയാണ് അവിടെ കിടന്ന്. അവസാനം ഹീറോ കോച്ചിനെ തോൽപ്പിക്കും. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ ടീംസ് അങ്ങോട്ട് വരുന്നത്. അതായത് കോച്ച്, എക്സ്, കൂട്ടുകാരൻ പോലീസ് ഓഫീസർ. അവര് വന്ന് കോച്ചിനെ വിലങ്ങ് വെക്കും. അപ്പോഴാണ് ഹീറോയിൻ അങ്ങോട്ട് വരുന്നത് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അവള് വന്നിട്ട് ഹീറോനെ കാണാൻ നോക്കുമ്പോൾ കൂട്ടുകാരൻ പോലീസ് ഓഫീസർ സമ്മതിക്കുന്നില്ല, തടഞ്ഞു വയ്ക്കുകയാണ്. മാറ അങ്ങോട്ടൊന്നും പറഞ്ഞ് ഹീറോന്റെ അടുത്ത് ചെല്ലും. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതല്ലേ ഇവന്റെ എല്ലാ കാര്യങ്ങളും, എന്നിട്ട് എന്റെ അടുത്ത് പറയാത്ത എന്താന്ന് ചോദിച്ച് എല്ലാരോടും ദേഷ്യപ്പെടും. ഇതെല്ലാം കഴിഞ്ഞ് ഹീറോയിനെ വിളിച്ച് അവളുടെ വീട്ടിൽ വരും. അവിടെ വെച്ച് അവനോട് പറയും, നീ ഇനി ഒരിക്കലും എല്ലാം ഉള്ളിൽ ഒതുക്കാൻ പാടില്ല. എന്തൊക്കെ വന്നാലും എന്നോട് പറയണം. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇനി എന്തൊക്കെ നടന്നാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്ന കാര്യം, നീ ഏത് ഗുളിക കഴിക്കുന്നതെന്ന് വരെ എന്റെ അടുത്ത് പറയണം. ഒന്നും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവള് വിഷമിച്ച് അവനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് ഹീറോ അവളെ സമാധാനിപ്പിക്കും. പിന്നീട് ഹീറോയിൻ അവന്റെ കയ്യിൽ മരുന്ന് വെച്ചു കൊടുക്കുകയാണ്. കാരണം മറ്റേ കോച്ചായിട്ട് അടി കൂടിയപ്പം നല്ല ഫൈറ്റിംഗ് ആണ് നടന്നത്. അതിന് ശുശ്രൂഷിക്കുകയാണ്. അപ്പോഴേക്കും അവന്റെ ഫോണിലോട്ട് ഒരു കോള് വരും. ആരാന്നറിയാൻ പാടില്ല. അൺരജിസ്റ്റേർഡ് നമ്പറാണ്. ഈ നേരം വില്ലനെ കാണിക്കുകയാണ്. വില്ലനാണെങ്കിൽ വേറെ കുറെ ടീംസിനെ വന്ന് കാണും. അതായത് ചെറിയ ഗ്യാങ് ഇല്ലേ, അതുപോലെ ടീമിനെ വന്ന് കാണും. എന്നിട്ട് അവന്മാർക്ക് ഒരു മയക്കുമരുന്ന് എടുത്ത് കൊടുക്കുകയാണ്. അതായത് ആ ക്യാൻഡി ഇല്ലേ, അവിടെ തന്നെ ഒരുത്തൻ കിടപ്പുണ്ടായിരുന്നു. അവന്റെ വായിൽ ഈ മയക്കുമരുന്ന് എടുത്തിട്ട് കൊടുക്കും. അപ്പൊ തന്നെ അവന്റെ ബോധം പോവും. ഇത് കാണുന്ന ആ ഗ്യാങ് തലവന് മനസ്സിലാവും ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മിഠായി ആണെന്ന്. ഇത് എവിടെ കിട്ടും, ഇത് എത്ര ലോഡ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ട്രക്ക് നിറച്ചുണ്ടെന്ന് പറയും. ആ ഒരു ട്രക്ക് നിറച്ച് ക്യാൻഡി എടുക്കാനുള്ള പൈസ ഇയാളുടെ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ വില്ലൻ പറയും, നിങ്ങളിത് ഫ്രീ ആയിട്ട് എടുത്തോ, പക്ഷെ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണമെന്ന്. എന്താണെന്നറിയാൻ പാടില്ല. അടുത്ത സീനിൽ ഹീറോ ഡ്രഗ് ഡെമണിനെ വന്ന് കാണും. ഡ്രഗ് ഡെമൺ അവനെ കാണാനായിട്ട് വിളിച്ചു വരുത്തിയതാണ്. അവന്റെ ഒരു പേപ്പറും കൊടുക്കും. ആ പേപ്പറിൽ വില്ലന്റെ ഒരു ഒളിത്താവളമാണ്. അവിടെ എന്തൊക്കെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ് ഡെമൺ പറയും, നീ അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അവൻ ഏറ്റവും വലിയ ക്രൂരനാണ്. അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. അവനൊരു സ്വഭാവമുണ്ട്. അവനൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയും. അതുപോലെ തന്നെ അവനൊരു സ്ഥലത്ത് കുറേയധികം ടോളിഗീൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഭയങ്കര ഇൻഫ്ലേമബിൾ ആണ്. ഇത് സംസാരിച്ച് അവളുടെ കയ്യിലിരിക്കുന്ന പേപ്പറും വാങ്ങിച്ച് അവളുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കും. അപ്പോഴേക്കും പരുന്ത് അങ്ങോട്ട് ഓടി വരും. പരുന്തിനോട് അവളെ നോക്കാൻ പറഞ്ഞിട്ട് കാറിന്റെ ചാവിയും വാങ്ങിച്ച് കാർ എടുത്ത് അവിടെ നിന്ന് പോകും. ഒരു കാര്യമുണ്ട്, അതായത് വില്ലനാണെങ്കിൽ മറ്റേ വില്ലന്മാരോട് ഒരു ട്രക്ക് സിറ്റിയുടെ പല ഭാഗത്തായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. ആ ട്രക്കിനകത്ത് നിറച്ചും ടൊളുകീനാണ്. കുറെ അടുത്ത് സ്ഫോടനം നടത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അതായത് കിട്ടാത്ത സാധനം നശിപ്പിച്ച് കളയുക, കുറെ ആൾക്കാരെ ഉപദ്രവിക്കുക, അവരെ കൊല്ലുക. അതാണ് വില്ലന്റെ പ്ലാൻ. വില്ലന്റെ പണം കൊണ്ടാണ് ഈ സിറ്റി വികസിച്ചത്. അപ്പൊ ഈ സിറ്റി നശിപ്പിക്കാനായിരിക്കും അവന്റെ പ്ലാൻ. അതേപോലെ തന്നെ നമ്മുടെ ടീംസ് ആ ട്രക്കിനെ ഫോളോ ചെയ്ത് ചെല്ലുകയാണ്. ആ ട്രക്കാണെങ്കിൽ നിർത്തുന്നില്ല. ഈ ട്രക്കിനകത്ത് നിറച്ച് ക്യാൻഡി ഇല്ലേ, അതുകൊണ്ട് തന്നെ നിർത്തിയ പണിയാവുമെന്ന് വിചാരിച്ച് ഈ വില്ലന്മാര് ആ ട്രക്കിനകത്ത് ബോംബുള്ള കാര്യം മനസ്സിലാക്കാതെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവന്മാര് വിളിച്ചു പറയുന്നുണ്ട് നിർത്താൻ. എന്നാൽ അവന്മാര് നിർത്താതെ പോകുമ്പോൾ കാർ വെച്ച് കുറുകിട്ട് പിടിക്കും. അത് കഴിഞ്ഞ് ട്രക്കിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ എമ്മാര് ഇറങ്ങുന്നില്ല. എല്ലാവരും അവർക്ക് ചുറ്റും കൂടുകയാണ്. എന്നാൽ അപ്പോഴാണ് ഒരു സ്ഫോടനം സംഭവിക്കുന്നത്. എല്ലാവരും തെറിച്ച് ദൂരോട്ട് വീഴും. ആ ട്രക്കിനകത്ത് നിറച്ച് ടൊളുവീനായിരുന്നു. അത് ഭയങ്കര ഇൻഫ്ലേമബിൾ അല്ലേ. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. ഈ നേരം എല്ലാം വില്ലൻ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് അവൻ മനസ്സിൽ പറയുന്നത് ഈ ദിവസം എല്ലാവരും ഓർക്കുമെന്നാണ്. എന്തോർക്കുമെന്ന് ഇതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യൂ ഗൈസ്. ഹൈപ്പ് ചെയ്യുമെങ്കിൽ അത്ര ഉപയോഗമാണ്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഓക്കെ, ബൈ.